ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. തായ്വാനിലെ വുലൈ വാട്ടർഫാൾസും അതിനോട് ചേർന്നുള്ള അട്രാക്ഷൻസും കാണുവാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന സീനിക് ട്രെയിനിലാണ് നമുക്ക് വുലൈയിലേക്ക് എത്തേണ്ടത്. ഒരു ടണലിനുള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, വെള്ളച്ചാട്ടവുമായി കൂട്ടിയുണ്ട്. കേബിൾ കാറിൽ കയറി മുകളിൽ നിന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ച കൂടി നമുക്ക് കാണാം. ഈ കാണുന്നതാണ് നമ്മൾ ആ കേബിൾ കാറിൽ വന്നിറങ്ങിയ സ്റ്റേഷനാണ്. ഇപ്പോൾ ഈ മലയുടെ മുകളിലായിട്ട് ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനോഹരമായ അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ ആയിട്ട്. വുലൈ ശരിക്കും നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല, വിചാരിച്ചതിലുമൊക്കെ അപ്പുറമാണ് വുലൈ. ഇപ്പോൾ ഈ കാണുന്നത് നാൻഷി റിവറാണ്. ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളത്തിനൊരു പച്ച കളർ നമുക്ക് കാണാം. സൾഫറിൻ്റെ ആ ഒരു അംശം അടങ്ങിയ വെള്ളമായിരിക്കും. അതുകൊണ്ട് തന്നെ പച്ച കളറിലാണ് വെള്ളം നമുക്ക് ഒഴുകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് വുലൈ സീനിക് ട്രെയിനിൽ കയറി വുലൈ വാട്ടർഫാൾസിലേക്ക് പോകാൻ പോവുകയാണ്. സീനിക് ട്രെയിൻ എന്ന് പറയുന്നൊരു കുട്ടി ട്രെയിനാണ്. കുറച്ച് ദൂരം മാത്രമായിരിക്കും വന്നത്. 50 NTD ആണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ പാലം കയറി ക്രോസ് ചെയ്ത് അപ്പുറം എത്തിയിട്ട് വേണം വുലൈ സീനിക് ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. മനോഹരമായ രീതിയിലാണ് ഈ പാലം ഒരുക്കിയിരിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ചെറിയൊരു പോർഷൻ ഗ്ലാസ്സിൽ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ നിന്നുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നമുക്ക് ആ റിവറിൻ്റെ നാൻഷി റിവറിൻ്റെ കാഴ്ചകൾ കാണാം. വെള്ളം ഇപ്പോൾ കുറവാണ്, എന്നാലും നാൻഷി റിവറിലെ നല്ല ശബ്ദം ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും, നന്നായിട്ട് വെള്ളം ഒഴുകുന്നതിൻ്റെ. ഇത് വുലൈ വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നമ്മളിങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്ത് മറുകരയിലെത്തിയപ്പോൾ ഇവിടുന്ന് കാണുന്ന പാലത്തിൻ്റെ കാഴ്ചയാണ്. ഇത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു പാലം ഒരുക്കിയിരിക്കുന്നത്. മുമ്പേ നമ്മൾ കണ്ട ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് പേര് നാൻഷി റിവറിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. വുലൈ ലോ കാർട്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ മുകളിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് സീനിക് ട്രെയിൻ അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. മുകളിലായിട്ടാണ് സീനിക് ട്രെയിൻ സ്റ്റേഷൻ. ആ ട്രെയിനിൽ കയറിയാൽ നമുക്ക് വുലൈ വാട്ടർഫാൾസിലേക്ക് എത്താൻ സാധിക്കും. സീനിക് ട്രെയിൻ കയറാനായിട്ട് മുകളിലേക്ക് പോവാം. വെൽക്കം ടു വുലൈ ലോ കാർട്ട് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനോഹരമായ സ്റ്റെപ്പുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പെട്ടെന്ന് തന്നെ സീനിക് ട്രെയിൻ പിടിച്ച് നമുക്ക് വുലൈയിലേക്ക് എത്താം. ഈ കാണുന്ന സീനിക് ട്രെയിനിലാണ് നമുക്ക് വുലൈയിലേക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ വീണിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ക്യൂ നിന്ന് നമുക്ക് സീനിക് ട്രെയിനിൽ കയറി വുലൈയിലേക്ക് പോകാം. $50 ഈ സീനിക് ട്രെയിനിൻ്റെ ചാർജ്. ഓക്കെ, 2 ഓക്കെ. 2 പേർക്ക് 100 രൂപയാണ് ടിക്കറ്റ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രെയിനുകൾ പോകുന്നുണ്ട്. ഒരു ട്രെയിനിൽ 2, 4, 6, 8 പേർക്കാണ് ഒരു ട്രെയിനിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സീനിക് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷ ഒരു ട്രെയിനാക്കി എങ്ങനെ ഇരിക്കും, അതാണ് ഈ കാണുന്നത്. ശരിക്കും ഓട്ടോയുടെ അതേ എൻജിൻ വെച്ചിട്ടാണ് ഈ ഒരു ട്രെയിൻ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അതേ ശബ്ദവും നമുക്ക് ഒറ്റയടിക്കൊരു ആപ്പയിൽ അല്ലെങ്കിൽ ഓട്ടോയിൽ പോകുന്ന അതേ ഫീലാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഈ ട്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ ഇത് 2 വരി പാതയാണ്. അതുകൊണ്ട് തന്നെ കൈകളൊക്കെ വെളിയിലേക്ക് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 2 സ്റ്റേഷനുകളെ ഈ ഒരു ട്രെയിൻ പാതയ്ക്കിടയിലുള്ളൂ. നമ്മളിവിടുന്ന് കയറി കഴിഞ്ഞാൽ വുലൈ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ട്രെയിൻ നിർത്തുന്നത്. രാവിലെ ഇവിടെ അധികം ക്യൂ ഒന്നും കാണില്ല. എന്നാൽ അവധി ദിവസങ്ങളിൽ വൈകുന്നേരത്തിന് ശേഷം 4 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രെയിൻ കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ നമ്മൾ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വുലൈ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രാവിലെ തന്നെ എത്തുന്നതായിരിക്കും നല്ലത്. ഒരു ടണലിനുള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്.
ആ കൊള്ളാം. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ ഈ സീനിക് ട്രെയിനിൽ ഉള്ള യാത്ര. ട്രെയിൻ ഇതാ ഇവിടെ നിന്ന് അടുത്ത ആളുകളെ കയറ്റിക്കൊണ്ട് നമ്മൾ വന്ന ആ സ്ഥലത്തേക്ക്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്പയുടെ അതേ സൗണ്ടും അതേ എൻജിനുമാണ്. തിരിച്ചു പോകാനുള്ള ആളുകളുടെ ഒരു വലിയ ക്യൂ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് വാട്ടർഫാൾസ് ദൂരെ കാണാം. ഇത് തായ്വാനിലെ ഒരു പ്രത്യേക ട്രിക്കാണ്. ഒരു കൂട്ടമായിട്ട് ആളുകൾ പോകുമ്പോൾ ഇതുപോലൊരു കൊടിമരം ഉയർത്തിപ്പിടിക്കും അതിനെ ഗൈഡ് ചെയ്യുന്ന ആൾ. അപ്പോൾ ആ കൊടി നോക്കിയിട്ട് ആൾക്കാർക്ക് കൂട്ടം തെറ്റി പോവാതെ കൂടെ പോകാൻ സാധിക്കും. ഇന്നിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് വെള്ളമുള്ളൂ. എന്നാലും നല്ല രസമുണ്ട് ഈ ഒരു വാട്ടർഫാൾ നമുക്ക് നേരിട്ട് കാണാനായിട്ട്. മുഴുവനായി ഉണങ്ങി നിൽക്കുന്ന ഒരു മരം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഒരു അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ കേബിൾ കാർ പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കേബിൾ കാറിൽ കയറി വേണം ബാക്കി മുകളിൽ നിന്നുള്ള ഈ വാട്ടർഫാൾസിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഈ കേബിൾ കാറിൽ കയറി ഈ വാട്ടർഫാളിൻ്റെ ബുലൈ വാട്ടർഫാളിനെ മുകളിൽ നിന്നുള്ള പനോരമയ്ക്ക് വ്യൂ ഒരെണ്ണം കാണണം. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിരപ്പള്ളിയൊക്കെ പോലെയല്ല, നമ്മളിത് താഴെ നിന്ന് ഇത് കാണുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കൂട്ടി നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഒരു പച്ച നിറത്തിലുള്ള വെള്ളമാണ് ഇതിൽ ഒഴുകി വരുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. നമുക്ക് ആ നദിയുടെ ആ ഒരു കിടപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ ഇടുങ്ങിയ രണ്ട് മലകൾക്കിടയിലെ ചെറിയ ഇടുക്കിലൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം അതിലേക്ക് വന്ന് യോജിക്കുകയാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയാലും ഒരു 100 അടിയിലേറെ ഉയരമുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്. കുറച്ചുകൂടെ നല്ല മഴയുള്ള സമയത്താണ് ഒരുപാട് വെള്ളം വന്ന് വീഴുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കാം ഈ ഒരു വെള്ളച്ചാട്ടത്തിന്. അടുത്ത ദിവസങ്ങളിൽ വലിയ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് ചെറിയ വെള്ളച്ചാട്ടം മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. മറ്റൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പോയിൻ്റാണിത്. ഇവിടെ കുറച്ചുകൂടെ വേറൊരു ആംഗിളിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിൽ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം വെള്ളച്ചാട്ടവുമായി കൂട്ടിയുണ്ട്. നമ്മൾ മുമ്പ് പോയിട്ടുള്ള ഷിഫൻ വെള്ളച്ചാട്ടത്തിൻ്റെ അത്രയൊന്നും വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിലും ഈ ബുലൈ വാട്ടർഫാൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. ഒപ്പം തന്നെ കുറച്ച് വെള്ളമുള്ളെങ്കിലും നല്ല ഹൈറ്റിൽ നിന്നാണ്. ഒപ്പം നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം ഒരു സ്പെഷ്യൽ വെള്ളച്ചാട്ടമാണ്. കേബിൾ കാറിൽ കയറി മുകളിൽ നിന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ച കൂടി നമുക്ക് കാണാം. വെളി നോക്കി അറിയാം പല തട്ടുകളിലായിട്ടാണ് വെള്ളം വീഴുന്നത്. ഇനി നമ്മൾ പോകുന്നത് കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് വളരെയധികം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയാലേ നമുക്ക് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ശരിക്കും ഈ മലയുടെ മുകളിൽ നിന്ന് ആ കാണുന്ന വെള്ളച്ചാട്ടം വരുന്ന മലയുടെ മുകളിലേക്കാണ് കേബിൾ കാർ. ഇതാണ് കേബിൾ കാർ വരുന്നത്. അത്യാവശ്യം വലിയ ഹെലികോപ്റ്റർ വരുന്ന പോലെയാണ്. ഇവിടെ ടിക്കറ്റ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല ഇവിടെ കുറച്ച് കേബിൾ കാർ പോകുന്നത്. ടുഡേയ്സ് കേബിൾ കാർ ടിക്കറ്റ് 300 രൂപ. ഓരോ ദിവസം ആളും തിരക്കുമൊക്കെ അനുസരിച്ചാണ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എന്ന് തോന്നുന്നു. കേബിൾ കാർ ടിക്കറ്റ് എടുക്കുമ്പോൾ പല സെറ്റ് പാക്കേജുകൾ നമുക്ക് എടുക്കാൻ പറ്റും. $750 കൊടുക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് റൗണ്ട് ട്രിപ്പ് കേബിൾ കാർ ഫെയർ പ്ലസ് ചൈനീസ് റെസ്റ്റോറൻറ്റ് സെറ്റ് മെനു ഉണ്ട്. 560 രൂപയ്ക്ക് ആഫ്റ്റർനൂൺ ടീ സെറ്റ് ഓർ സെറ്റ് മെമ്മു ഉണ്ട്. ഒപ്പം 600 രൂപയുടെ 600 NTD പാക്കേജ് ആണെങ്കിൽ റൗണ്ട് ട്രിപ്പ് ഫെയർ വിത്ത് റോവിങ്, ആർച്ചറി, പെയിൻ ബോൾ, അമ്യൂസ്മെൻറ്റ് പാക്കേജാണ്. അതുകൊണ്ട് താങ്ക് യു ശിഷിയേ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ക്യൂ നിൽക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ കേബിൾ കാറാണ്. അങ്ങനെ നമ്മുടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്.
നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്ന ആ ഒരു സ്റ്റേഷനൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഒപ്പം തന്നെ നാൻഷി റിവർ വാലിയും രണ്ട് ഇരുവശങ്ങളിലെ താഴ്വരകളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 80 മീറ്ററാണ് ബുലൈ വാട്ടർഫാളിൻ്റെ തന്നെ ഉയരം. അപ്പോൾ അതിന് മേളിലുള്ള മലയുടെ മുകളിലേക്കാണ് നമ്മളെ ഈ കേബിൾ കാർ എത്തിക്കുന്നത്. എത്ര അധികം വടത്തിൽ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കേബിൾ കാറിലിരുന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം പേടി നന്നായി തന്നെ തോന്നും. എന്തായാലും നമ്മൾ ഡ്രോൺ കാഴ്ച നമ്മൾ നേരിട്ട് കാണുകയാണ്. ഒന്നാമതായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും നമ്മളിത് നേരിട്ട് കാണുമ്പോൾ, ഈ ഒരു കേബിൾ കാറിലിരുന്ന് നമുക്കിത് നേരിട്ട് കാണുമ്പോൾ മനസ്സിന് നൽകുന്ന ഒരു കുളിർമ ഒന്ന് വേറെ തന്നെയാണ്. കേബിൾ കാറിൻ്റെ ചില്ലിൽ കൂടി നമ്മൾ ഈ ഒരു വീഡിയോ പകർത്തുന്നതുകൊണ്ട് ഈ ദൃശ്യങ്ങൾക്ക് എത്രമാത്രം ഭംഗിയുണ്ടാകുമെന്ന് നമ്മൾ പിന്നീട് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു ഉലൈ വാട്ടർഫാളിൻ്റെ ഉറവിടവും ഒപ്പം തന്നെ ആ ഒരു വെള്ളച്ചാട്ടവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. എന്തായാലും മസ്റ്റ് വാച്ചാണ്. ഇവിടെ വരുന്നവർ ഈ കേബിൾ കാറിൽ കയറി ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുകയാണ്. നമ്മൾ വന്നതുപോലെ തന്നെ അടുത്തൊരു കേബിൾ കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്രയും താഴെ നിന്നാണ് കുത്തനെയാണ് കയറി വരുന്നത്. ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചൊരെണ്ണം ഇങ്ങോട്ട് വരും. വളരെ സ്ലോയിലാണ് ഈ കേബിൾ കാർ വരുന്നത്. ഒരു കേബിൾ കാർ വലിയൊരു ബോഗിയാണ്. ആ ബോഗിയിലുള്ളിൽ തന്നെ നിരവധി ആളുകളാണ് ഈ കേബിൾ കാറിൽ ഒരേ സമയം വരുന്നത്. എന്തായാലും 300 രൂപ ടിക്കറ്റാണ്. നല്ല ഉരുക്ക് പാടം, നല്ല ഒന്നാം തരം ഉരുക്ക് പാടത്തിലാണ് ഈ കേബിൾ കാർ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവിടെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ അത്യാവശ്യം സ്ലോയിലാണ് ഇതിവിടെ ലാൻഡ് ചെയ്യുന്നത്, സ്റ്റേഷനിൽ നിർത്തുന്നത്. റൗണ്ട് ട്രിപ്പിനുള്ള പാസ്സാണ് എടുത്തിരിക്കുന്നത്. തിരിച്ച് നമുക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ കേബിൾ കാറിൽ കയറി താഴേക്ക് പോവാം. ദൂരെ കാണാനായിട്ട് ഇവിടെ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഇവിടെ വേറൊരെണ്ണം ഉണ്ട്, ഇതിലൊന്ന് നോക്കാം. ഇനി ഇതിൽ കൂടെ നോക്കാത്ത നേരിട്ട് നോക്കിയാൽ തന്നെ മനോഹരമായ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നാൻഷി റിവറിൻ്റെ ആ വാലി. മനോഹരമായ ഹരിത നിബിഡമായ ആ വാലിയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും മനുഷ്യൻ്റെ കൈകടത്തലില്ലാത്ത ഹരിത നിബിഡമായ രണ്ട് താഴ്വരയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ മലകളുടെ സൗന്ദര്യം, ഹരിതാഭയുടെ സൗന്ദര്യമൊക്കെ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മൾ ആദ്യം വന്ന ആ കേബിൾ കാർ സ്റ്റേഷൻ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേബിൾ കാർ സ്റ്റേഷൻ, നമ്മൾ അവിടെ നിന്നാണ് കേബിൾ കാറിൽ കയറി ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ശരിക്കും 2 സ്റ്റേഷനേ ഉള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചങ്ങോട്ടും. ഇനിയാണ് ശരിക്കും ടാസ്ക്. മുകളിലേക്ക് നല്ല ട്രക്കിങ്ങിന് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചറാണ് മുകളിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കേബിൾ കാറിന് മാത്രമല്ല, ഈ ഒരു ട്രക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 300 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റെപ്പ് കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്. ഈ സ്റ്റെപ്പ് കയറി അങ്ങ് ദൂരെ വരെ നമുക്ക് പോകാൻ പറ്റും. കേബിൾ കാറൊന്നും അങ്ങോട്ടില്ല. കേബിൾ കാറൊക്കെ നമ്മളെ പറ്റിക്കുമായിരുന്നു. നേരത്തെ ഇവിടുന്ന് കേബിൾ കാർ സർവീസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ആ സർവീസ് നടക്കുന്നതായിട്ട് കാണുന്നില്ല. എന്തോ കംപ്ലൈൻറ്റ് വന്ന് ഇപ്പോൾ ആ കേബിൾ കാർ സർവീസ് നടക്കുന്നില്ല. അതിമനോഹരമായ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് ഈ ഒരു മരം. കണ്ടോ, ഈ ഒരു മരത്തിനെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിനകത്തൂടെയാണ് ഈ മരങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. മടുത്ത് ഇടപാട് തീർന്നിരിക്കുകയാണ്. ഒരുപാട് ദൂരം മുകളിലേക്ക് മൊത്തം സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് മൊത്തം കയറി ഇനി ഒരാഴ്ചത്തിന് യാതൊരു വിധത്തിലുള്ള എക്സർസൈസും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. യുൻസിൻ ട്രെയിലിലേക്ക് ഇവിടുന്ന് 180 മീറ്ററാണ്. യുൻസിൻ ട്രെയിലിലേക്ക് ഇവിടുന്ന് 180 മീറ്ററാണ് നടക്കാനുള്ളത്. ട്രെയിൽ മുകളിലേക്ക് കിടക്കുകയാണ്.
അപ്പോൾ നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? മനോഹരം. നോ ക്ലൈംബിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മളാ കേബിൾ കാറിൽ വന്നിറങ്ങിയ സ്റ്റേഷനാണ്. ഇപ്പോൾ ഈ മലയുടെ മുകളിലായിട്ട് മലഞ്ചെരുവിലായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് മുകളിലേക്കൂടെ കയറി അതും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ദൈവം അടുത്ത് നിൽക്കുകയാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് മുകളിൽ കൂടെ കയറി ഈ ട്രെയിൽ ഫിനിഷ് ചെയ്ത് അവിടെ നമ്മുടെ പതാക പൊടി നാട്ടിയിട്ട് നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നുള്ളൂ. വീണ്ടും ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈക്കിംഗ് യാത്ര മുന്നോട്ട് പോകാം. ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഈ ഒരു ഹൈക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ദൈവം ഓടി മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉലൈ നമ്മൾ മുകളിൽ കയറി വരുമ്പോഴത്തേനും ഇവിടെ വളരെ വലിയൊരു ലേക്കാണ്. അടിപൊളി. ഇവിടെ മനോഹരമായൊരു ലേക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രയും സ്റ്റെപ്പുകൾ കയറി വന്നത് മനോഹരമായൊരു ലേക്കിലേക്കാണ്. ഈ മലയ്ക്ക് മുകളിൽ ഇത്രയും വലിയ ലേക്ക്, മനോഹരമായ അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ ആയിട്ട് ഉലൈ ശരിക്കും നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല. വിചാരിച്ചതിലുമൊക്കെ അപ്പുറമാണ് ഉലൈ വാട്ടർഫാൾസ് കാണാൻ വരുന്നവർ എന്തായാലും അവിടുന്ന് കേബിൾ കാറിൽ കയറി ഈ മുകളിൽ വന്ന് ഈ ഒരു ലേക്കും ഇവിടുത്തെ ബോട്ടിങ്ങും ഒക്കെ ആസ്വദിക്കണമെന്ന് ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം അത്രമാത്രം ആംബിയൻസാണ്. നമ്മൾ താഴേന്ന് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത്രമാത്രം ആംബിയൻസിലാണ് നമുക്കിവിടെ. അത്ര മനോഹരമാണ് ഇവിടുത്തെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും എല്ലാം. ഈ ഒരു ചെറിയ ലേക്ക് വളരെ ചെറുതാണെങ്കിൽ പോലും മനോഹരമാണ്. എന്നാ രസമെന്ന് നോക്കി. ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ സീനറിയൊക്കെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. മനുഷ്യൻ കൈ കടത്താത്ത ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സീനറിയൊക്കെ കാണുവാണെന്നേ തോന്നുള്ളൂ. അതുപോലെ നമ്മൾ പെയിൻറ്റിങ്സിലൊക്കെ കണ്ടിട്ടുള്ളത് പോലത്തെ സീനറിയാണെന്ന് നമുക്ക് തോന്നുന്നു. അത്രമാത്രം ഗംഭീരമാണ് ഈ ഉലയിലെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഇവിടുത്തെ ആദിവാസികൾ, തായ്വാനിൽ പണ്ടുണ്ടായിരുന്ന ആ ഗോത്രവർഗത്തിലെ ആൾക്കാരുടെ ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ ഈ ഒരു പ്രതിമയിൽ ഒരുക്കിയിരിക്കുന്നത്. മാനുകളും മറ്റ് വേട്ടപ്പട്ടികളും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ടുണ്ട്. ഇവിടുത്തെ തായ്വാനിലെ ആദിവാസി ഗോത്രവർഗ്ഗങ്ങളിലെ ആൾക്കാരുടെ പ്രതിമകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഉലയിൽ വരികയാണെങ്കിൽ ഇവിടെ റിസോർട്ടുകളുണ്ട്. ഇവിടെ നമ്മൾ ഒരു ദിവസം റൂമൊക്കെ ബുക്ക് ചെയ്ത് നമ്മളിവിടെ സ്റ്റേ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ ഇവിടുത്തെ ഈ ആംബിയൻസ്, ഈവനിങ് ടൈമിലെ ആംബിയൻസും ഒപ്പം തന്നെ പിറ്റേ ദിവസം മോർണിംഗിലുള്ള ആംബിയൻസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോൾ അതിനൊന്നും തയ്യാറായിട്ടല്ല വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരവസരത്തിൽ ഇവിടെ വരാം. എന്തായാലും ഉലൈ മസ്റ്റായിട്ടും വരേണ്ട, തായ്പേയിലും തായ്വാനിലും ഒക്കെ ഉള്ള ആളുകൾ ഉലയിൽ മസ്റ്റായിട്ടും വരേണ്ടതാണ്. ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ആംബിയൻസൊക്കെ എൻജോയ് ചെയ്ത് ഈ ബോട്ടിങ്ങും ഇതെല്ലാം എൻജോയ് ചെയ്ത് വേണം മടങ്ങാനായിട്ട്. ഗംഭീരമായ നിർമ്മിതികളാണ് ഇവിടെ ഈ ഉലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ഇരിപ്പിടങ്ങൾ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. മനോഹരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഗംഭീരമാണ് ഉലൈ. അത്യാവശ്യം വെള്ളത്തിൽ കളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. നമ്മുടെ ക്യാമറയുടെ ചാർജും ഒക്കെ തീർന്നു. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഗംഭീരമാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പോകുന്ന സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ ഒരിക്കൽ കൂടി അവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ പ്ലാൻ ചെയ്യുന്നിടത്തൊന്നും പിന്നെ ഉടനെയൊന്നും പോയ ചരിത്രമില്ല. ഉലൈ ഒരിക്കൽ കൂടി മസ്റ്റായിട്ടും വന്ന് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ട സ്ഥലമാണ്. അതിങ്ങനെ വെറുതെ കണ്ട് അങ്ങ് പോകേണ്ട സ്ഥലമായിട്ട് തോന്നുന്നില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം ഇങ്ങനെ വീണ്ടും വീണ്ടും കിടക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു പാറ, പരന്ന് ഒരു പാറ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും അവിടെയൊന്നും നമുക്ക് ഇത്ര ഈസി ആയിട്ടും ഇത്ര എളുപ്പത്തിലും പ്രായമായവർക്കും സേഫായിട്ടും നമുക്ക് പോകാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൊന്നും നമുക്കില്ല. അപ്പോൾ അതാണ് ഈ ഉലൈനെ വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു ട്രിപ്പ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. മനോഹരം. അവിടെ വെള്ളം വീഴുന്ന കാണാം. അവിടെ ഒരാൾ ചെടിയൊക്കെ വെട്ടിത്തെളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഗംഭീരം. ഉലൈ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും
ഈ ബുലൈ യാത്ര നന്നായി ആസ്വദിച്ചു. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ബുലൈയുടെ സൗന്ദര്യം ആസ്വദിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.